നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. എടമുട്ടത്ത് വാടക വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന 66-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി സ്വദേശി ഏറാക്കൽ വീട്ടിൽ സുവർണനാണ് മരിച്ചത്. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ മംഗലാംകുന്നയ്യപ്പൻ ചെരിഞ്ഞു. അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്നു. പറവൂർ നഗരത്തിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ വനിതകളുടെ ചെണ്ടമേളവും കാവടിയും ഏറെ ആകർഷകമായി. വാർത്തകൾ വിശദമായി. എടമുട്ടത്ത് വാടക വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന 66-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി സ്വദേശി ഏറാക്കൽ വീട്ടിൽ സുവർണനാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. എടമുട്ടം ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ വീട്ടിലാണ് സുവർണൻ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 3 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. എടമുട്ടത്തെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു സുവർണൻ. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്കേറ്റു. മുരിങ്ങൂർ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടം. പരിയാരം സ്വദേശി അപ്പോളോ ആശുപത്രിയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് അപകടം നടന്നത്. സ്കൂട്ടർ കാറിന്റെ പുറകിലിടിച്ച യുവാവ് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ യുവാവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ മംഗലാംകുന്നയ്യപ്പൻ ചെരിഞ്ഞു. അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്നു. കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആരാധകരുള്ള ആനയാണ് മംഗലാംകുന്നയ്യപ്പൻ. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള നിരവധി പൂരങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലും ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിലും മോഷണം നടത്തിയ ആലുവ പുളിഞ്ചോട് സ്വദേശി പത്മനാഭനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ പത്മനാഭനെ പെരുമ്പാവൂർ പോലീസായിരുന്നു പിടികൂടിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാള ഫൊറോന പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മാള പോലീസ് പത്മനാഭനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. തുടർന്ന് കൊടകര പോലീസും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ പള്ളിയിലും സ്കൂളിലും കൊണ്ടുവന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇന്നലെ രാത്രിയിലാണ് ഇരു സ്ഥലത്തും കള്ളൻ കയറിയത്. UDF പുത്തഞ്ചിറ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ശേഷം കാര്യങ്ങൾ ഹ്രസ്വമാണെങ്കിലും ആധികാരികമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എന്തു പറഞ്ഞു എന്ന് നിങ്ങളുടെ മുമ്പിൽ അക്രമത്ത് അടിവരയിട്ട് പറഞ്ഞ് ശ്രീ വെല്ലിച്ചേട്ടൻ നമ്മുടെ നിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കടന്നുപോയി. കേരള രാഷ്ട്രീയം നമ്മളിന്ന് കാതോർത്തിരിക്കുക. ഇന്ന് കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പത്ത് രംഗത്ത്, സാമ്പത്തിക രംഗത്ത് മോശമായ ഒരു രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്ക. ആ ശ്രീലങ്കയുടെ കടത്തേക്കാൾ കൂടുതൽ കടം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം കഷ്ടവും ബുദ്ധിമുട്ടും ഈ നാട് അനുഭവിക്കുന്നു ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തിൽ. KN സജീവൻ അധ്യക്ഷത വഹിച്ചു. IUAL സംസ്ഥാന കമ്മിറ്റി അംഗം KM ഷാനിർ, TM നാസർ, ES ജോപ്പി, ആന്റണി പയ്യപ്പള്ളി തുടങ്ങിയവർ. LDF സ്ഥാനാർത്ഥി KJ വിജയത്തിനായി പറവൂർ നഗരത്തിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ചേന്നമംഗലം നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ വനിതകളുടെ ചെണ്ടമേളവും കാവടിയും ഏറെ ആകർഷകമായി. സ്ഥാനാർത്ഥിയുടെ വനിതകളും റോഡ് ഷോയിൽ അണിചേർന്നു. സ്ഥാനാർത്ഥി KJ ഷൈൻ തുറന്ന ജീപ്പിൽ നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു നീങ്ങി. മഹിളാ നേതാക്കളായ കമല സദാനന്ദൻ, PS ശൈല, S ശ്രീകുമാരി, MR റീന, മീന സുരേഷ്, MA രശ്മി, ലതിക P രാജു, രമ ശിവശങ്കരൻ എന്നിവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. എടമുട്ടത്ത് വാടക വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന 66-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചന്ദ്രാപിന്നി സ്വദേശി ഏറാക്കൽ വീട്ടിൽ സുവർണനാണ് മരിച്ചത്.
ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ മംഗലാംകുന്നയ്യപ്പൻ ചെരിഞ്ഞു. അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്നു. പറവൂർ നഗരത്തിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. ചേന്നമംഗലം കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ വനിതകളുടെ ചെണ്ടമേളവും കാവടിയും ഏറെ ആകർഷകമായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.